ഹായ് കിരൺ ജയ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കിരൺസ് 2026 SSC എക്സാം പാറ്റേണിനകത്ത് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. SSC ഈ ഒരു മാറ്റങ്ങൾ ആദ്യമായിട്ട് ആഡ് ചെയ്യാൻ പോകുന്ന SSCGയുടെ എക്സാമിലേക്കാണ്. SSCGയുടെ എക്സാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയ് ലാസ്റ്റ് വീക്കോടെ 2026 SSCGയുടെ എക്സാം കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. SSCGയുടെ എക്സാമിനകത്ത് വന്ന ഇമ്പോർട്ടൻറ്റ് മാറ്റങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുൾ കണ്ടിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് കുട്ടികളെ. നമ്മുടെ കേരളത്തിൽ ഒരു യൂട്യൂബ് ചാനലും ഇതേ രീതിയിലുള്ള അപ്ഡേറ്റ് ഇതേവരെ തന്നെ പബ്ലിഷ് ചെയ്തിട്ടില്ല. നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കേഡറ്റാണ്. ഇനി വരാൻ പോകുന്ന SSCD തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും SSCGയുടെ എക്സാം എഴുതിയതിനു ശേഷം ഫിസിക്കലിൽ തയ്യാറെടുക്കാൻ പോകുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. SSC തന്നെ പല രീതിയിലുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. CGL ഉണ്ട്, CHSL ഉണ്ട്, MDS ഉണ്ട്. ഇതേ രീതിയിലുള്ള എല്ലാ എക്സാമിലും ഈ എല്ലാ മെത്തേഡും ഇനി മുതൽ ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. എക്സാം പാറ്റേണിനകത്ത് വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മാറ്റങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഫുൾ കാണുക. ഇതേ രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. SSC റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, വിറങ്ങും പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ് ഇനി നമുക്ക് ആ വലിയ 4 മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്നതായിരിക്കും. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. കാരണം ഇനി അങ്ങോട്ടും ഒത്തിരി SSCയുടെ എക്സാം വരാനുണ്ട്. SSC തന്നെ പല രീതിയിലുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. SSC, CGL, CHSL, MDS എന്നിവ പോലുള്ള നിരവധി. SSC ആദ്യമായിട്ട് ഈ ഒരു റൂൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് SSCGയുടെ എക്സാമിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എക്സാം എഴുതിയ ഒരു കേഡറ്റ് ആണെങ്കിലും അതേപോലെ നെക്സ്റ്റ് SSCGDക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും SSCയുടെ മറ്റേതെങ്കിലും എക്സാമിന് തിരഞ്ഞെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും. അപ്പോൾ നമുക്ക് ആ 4 വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ കുട്ടികളെ, ഇവിടെ നിങ്ങൾക്ക് പേപ്പർ കട്ടിങ് കാണാവുന്നതാണ്. ഇതിനകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സാം എഴുതിയതിനു ശേഷം ആ ഒരു എക്സാം പാറ്റേണിനകത്ത്, ആ ഒരു എക്സാം ക്വസ്റ്റ്യനകത്ത്, മനസ്സിലായ ആ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യനകത്ത് എന്തെങ്കിലും ഇറർ വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ SSC എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ തെറ്റായിരുന്നു. അപ്പോൾ SSC അതിനുവേണ്ടി എന്ത് സ്റ്റെപ്പാണ് എടുക്കുന്നത്? ഓപ്ഷൻ തെറ്റായിരുന്നു. SSC എന്ത് സ്റ്റെപ്പാണ് എടുക്കുന്നത്? പിന്നെ SSC ഇപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് പല ലാംഗ്വേജിലാണ്. മലയാളത്തിൽ എക്സാം എഴുതാം, പഞ്ചാബിയിൽ എഴുതാം, പല ലാംഗ്വേജിൽ എഴുതാം. അപ്പോൾ ലാംഗ്വേജ് ട്രാൻസ്ലേഷനകത്ത് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ SSC ഏത് രീതിയിലുള്ള സ്റ്റെപ്പ് എടുക്കും? ഇതിനകത്തൊക്കെ വലിയ മാറ്റങ്ങളാണ് SSC വരുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് 4 പോയിന്റ് കാണാം കേട്ടോ. മുൻ വർഷങ്ങളിൽ ഈ ഓരോ പോയിന്റും SSC എങ്ങനെയായിരുന്നു ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അതും പറയുന്നുണ്ട്. ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യത്തില്ല, കാരണം ഇത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഇപ്പോൾ SSC വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റിലോട്ട് നമുക്ക് പോകാം. ക്ലിയർ? ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നോക്കൂ കുട്ടികൾ, SSC പറഞ്ഞിരിക്കുന്നത് SSCയുടെ ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഓപ്ഷൻ തെറ്റാണെങ്കിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവുന്നതുമായിരിക്കും. അതായത് ഇപ്പോൾ SSCGയുടെ എക്സാം അങ്ങോട്ട് കംപ്ലീറ്റ് ആയതേ ഉള്ളൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മനസ്സിലായോ? അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മനസ്സിലായി. ഇതിനു മുമ്പ് റൂൾ ഇങ്ങനെ അല്ലായിരുന്നു. ക്ലിയർ ആയല്ലോ? ആ റൂൾ ഞാൻ പറയുന്നില്ല. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഒരു ക്വസ്റ്റ്യനിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ കറക്റ്റ് ആണെങ്കിൽ അതിൻ്റെ മാർക്ക് ആ കുട്ടിക്ക് മാത്രം ലഭിക്കുന്നതായിരിക്കും. ഏത് കുട്ടിയാണോ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ ഉള്ളത് അതിനകത്ത് ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്തത്. മനസ്സിലായോ? മനസ്സിലായില്ല അല്ലേ? പറഞ്ഞുതരാം. നോക്കും, ഇപ്പോൾ SSCGയുടെ എക്സാം അറ്റൻഡ് ചെയ്യുകയാണ്. ഒരു ക്വസ്റ്റ്യനകത്ത് 4 ഓപ്ഷൻ വരുമേ. 4 ഓപ്ഷനകത്ത് 2 ഓപ്ഷൻ കറക്റ്റാണ്. അപ്പോൾ ആ 2 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്ത കുട്ടികൾക്ക്, അതായത് ആ 2 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്ത കുട്ടികളെ നോക്കൂ. ഫോർ എക്സാമ്പിളായിട്ട് ഇതിപ്പോൾ 5ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 5ാമത്തെ ക്വസ്റ്റ്യനകത്ത് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും കറക്റ്റാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കേഡറ്റ് ഓപ്ഷൻ എ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു കേഡറ്റ് ഓപ്ഷൻ ബി അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കേഡറ്റിന് മാർക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു കേഡറ്റ് സി ആൻഡ് ഡി ആണ് അറ്റൻഡ് ചെയ്തതെങ്കിൽ അവർക്ക് മാർക്ക് ലഭിക്കത്തില്ല. മനസ്സിലായല്ലോ? ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന്. ഇതോടൊപ്പം ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഈ സി ആൻഡ് ഡി ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്തതെങ്കിൽ നിങ്ങളവിടെ തെറ്റാണ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കും ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മുടെ 2 പോയിന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ 3ാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ വന്നാൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യും, മാർക്ക് എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും. മുൻ വർഷങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു. SSC തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നു.
പക്ഷേ ഇനി മുതൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, വെറുതെ SSC അങ്ങ് മാർക്ക് തരത്തില്ല. SSCയുടെ ഏത് എക്സാമാണോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഒരു SSC GD ആണെങ്കിൽ എക്സാം എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം പിന്നെ ആൻസർ കീ വരും. ആൻസർ കീ വന്നതിന് ശേഷം പിന്നെ നിങ്ങൾ എന്താണ് ഒബ്ജക്ഷൻ റേസ് ചെയ്യണം. നിങ്ങൾ ഒബ്ജക്ഷൻ റേസ് ചെയ്യണം. അതിനുശേഷമാണ് SSC സ്റ്റെപ്പ് എടുക്കുന്നത്. അല്ലാതെ വെറുതെ SSC സ്റ്റെപ്പ് ചെയ്യത്തില്ല. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഔട്ട് ഓഫ് സിലബസ് ഏതെങ്കിലും ക്വസ്റ്റ്യൻ വന്നാൽ ആ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവുന്നതായിരിക്കും. അതിൻ്റെ മാർക്ക് എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ? സോ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചേഞ്ച്മെൻ്റ് ആണ്, ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ വന്നാൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവുകയും അതിൻ്റെ മാർക്ക് അവർക്ക് മാത്രം ലഭിക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ പല ലാംഗ്വേജിൽ നമുക്ക് ഈ ഒരു എക്സാം എഴുതാം. ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ SSC GD തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. ചിലതിനൊക്കെ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ മലയാളത്തിൽ തന്നെ എടുക്കാം നമുക്ക്. അപ്പോൾ മലയാളം ലാംഗ്വേജിനകത്ത് ട്രാൻസ്ലേഷൻ ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ റെഡിയാക്കിയപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് മലയാളത്തിൽ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് മാത്രമായിരിക്കും ലഭിക്കാൻ പോകുന്നത്. ക്ലിയർ ആയല്ലോ? ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന്. അപ്പോൾ ലാംഗ്വേജ് ആൻഡ് ട്രാൻസ്ലേഷൻ്റെ എന്താണ്, ആരാണോ ഏത് ലാംഗ്വേജിൽ എഴുതുന്നത് ആ ഒരു ലാംഗ്വേജിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ലാംഗ്വേജിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. 4 ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ ക്ലിയർ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടാലും ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. കുട്ടികളെ 2026 SSC GDയുടെ എക്സാം സ്റ്റാർട്ടാകാൻ പോകുന്നത് 2027 ജനുവരിയിലാണ്. നോട്ടിഫിക്കേഷൻ സെപ്റ്റംബർ മന്തിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് മലയാളത്തിലും ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സുകൾ സ്റ്റാർട്ടാകാൻ പോകുന്നത് ജൂൺ 8-നാണ്. ജൂൺ 8-ന് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഡെയിലി ലൈവ് ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്, സ്റ്റഡി മെറ്റീരിയൽ, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്, 150 മോക്ക് ടെസ്റ്റ്, ഫിസിക്കൽ ട്രെയിനിങ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. ഫിസിക്കൽ ട്രെയിനിങ്ങും ഇതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ടോട്ടൽ ഫീസ് 2950 ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് മലയാളത്തിലും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ചാൻസ് മിസ്സാക്കരുത്. അടുത്ത SSC GD തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിഫൻസ് റിലേറ്റഡ് കാര്യങ്ങളെല്ലാം അറിയാൻ നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇതുപോലെ അപ്ഡേറ്റ്സ് ലഭിക്കാൻ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.